ജയിൽ ഉദ്യോഗസ്ഥർക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലെ 4 ഉദ്യോഗസ്ഥർക്ക് സുരക്ഷാ ചുമതലയുണ്ടായിരുന്നവർക്ക് സസ്പെൻഷൻ എന്ന വാർത്തയാണ് ഈ മണിക്കൂറിൽ എത്തുന്നത്. ഇപ്പോൾ VS അനു കൂടി ചേരുന്നുണ്ട്. അനു, വലിയ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൊടും ക്രിമിനൽ പ്രത്യേകിച്ച് ആരുടെയും സഹായമില്ലാതെ ഇത്തരം ആസൂത്രണങ്ങൾ നടത്തി ഇത്തരം കോപ്പുകൂട്ടി ജയിൽ മതിൽ മുറിച്ചു കടന്ന് പുറത്തേക്ക് എത്തിയത് എന്ന കാര്യത്തിൽ എല്ലാവർക്കും വലിയ തോതിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ ഔദ്യോഗികമായി ഈ വിഷയത്തിൽ കിട്ടുന്ന സ്ഥിരീകരണങ്ങൾ എന്തൊക്കെയാണ്? ജയിൽ മേധാവി എന്തൊക്കെ കാര്യങ്ങളാണ് ഈ വിഷയത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? അനു, ജയിൽ മേധാവിയുടെ പ്രതികരണം നമുക്ക് അല്പസമയത്തിനകം തന്നെ നമ്മുടെ ചാനലിൽ നൽകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. കാരണം ഈ ഇത്രമേൽ ക്രിമിനലായ ഒരാളെ നിരീക്ഷിക്കുന്നതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഈ CCTV പരിശോധിക്കുന്നതിലടക്കം അവർ എന്തുകൊണ്ട് പരിശോധിച്ചില്ല, നല്ല മഴയുണ്ടായിരുന്നു, അത് പ്രശ്നമുണ്ടായിരുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അദ്ദേഹം ഉത്തരമേഖല ജയിൽ DIGയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൽ നടപടി എടുക്കേണ്ടത് ജയിൽ DIG, ഉത്തരമേഖല ജയിൽ DIG തന്നെയാണ്. അങ്ങനെ 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായിട്ടുണ്ട് ാണ് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്. ജയിൽ ചാടിയത് പുലർച്ചെ 1:15 3:30 ഇടയിലെന്നാണ് ജയിൽ മേധാവി പറയുന്നത്. 6:30 പോലീസിനെ വിവരം അറിയിച്ചത്. അവിടെ തന്നെയാണ് വലിയ വീഴ്ച. 1:15 3 ഇടയിൽ ജയിൽ ചാടിയ കൊടും ക്രിമിനലിനെ കുറിച്ചുള്ള വിവരം ഉന്നത പോലീസ് അധികാരികൾക്ക് ജയിൽ മേധാവിക്ക് അടക്കം കിട്ടുന്നത് 6:30 എന്നിടത്താണ് ഗുരുതര വീഴ്ച ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വലിയ ഡിലേ തന്നെ സംഭവിച്ചിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. VS അനുവാണ് വിവരങ്ങളുമായി ചേർന്നത്. അനുവിലേക്ക് വളരെ വേഗം തിരിച്ചെത്താം.